ഒരു 10 പാക്കറ്റ് എടുത്തോ. 10 ഉണ്ടാവില്ല, ഒരു 7. പൈസലേ, ഒരു 7. ഇതാ അവിടെ വെച്ചാളാ. മാമൂന്റെ ടൈറ്റാക്കിലാട്ടാ തോന്നുന്നു. ഇതെന്തോ മുന്റെ സാധനാണ്. ഇതെന്തായാലും ഔലല്ലേ? അതെ, അവിലിനിപ്പോ വലിയ ഡിമാൻഡാ. പണ്ട് നമ്മളൊക്കെ കട്ടൻ ചായ ഒഴിച്ചല്ലേ അവിൽ നിന്ന്. എന്നാലിപ്പോ പാലൊഴിച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂട്ടിയ അടിപൊളി ചക്കന്മാരെ തീറ്റ. അത് കൊട്ടരവിലാണോ പാലും കൂട്ടി തിന്നണ്ട്? അതെ സുലൈമാനിക്ക, ഞാൻ ഈ കമ്പിപ്പല്ലുള്ള ലൈവ് കുണ്ടന്മാരെ കാര്യം പറഞ്ഞ. ഇങ്ങക്കിപ്പോ പാലിന് മുക്കിയാലെന്താ, തേനിന് മുക്കിയാലെന്താ, ചവക്കാൻ പറ്റില്ലല്ലോ. അതോ 7 ഉണ്ട്. ആ ആ ആ അനക്ക് ചായ വേണോ? ഇപ്പൊ വേണ്ട. ആ പോയിക്കോ. മാമോ, കളി എന്താ വേണ്ട? എനിക്കൊന്നും വേണ്ടടോ, എനിക്ക് മധുരം വരുമോന്ന് പറ്റൂല. അതാണ് മോനെ അള്ളാന്റെ കളി. കൈ നിറച്ച് പൈസ നേട്ടെന്താ? ഒരു കടിയും കുട്ടി ചായ കുടിക്കാൻ പറ്റുന്ന ഇടക്ക്. സുലൈമാനിക്ക, കടിക്കാനൊക്കെ എനിക്കും കഴിയും. ഇന്റെ പല്ലിന് ഒരു കുഴപ്പമില്ല. കാണേക്ക്. ആ വേണ്ട 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 വേണ്ട. ഈ വയസ്സുകാലത്ത് അന്റെ കടി കൊണ്ടിട്ട് എന്റെ പൊക്കൽ വിട്ട് സൂചി കുത്തുന്ന വേദന സഹിക്കാൻ പറ്റ. വേണ്ട, എനിക്ക് താങ്ങാൻ കഴിയൂലോ. അതോ, ഞാൻ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 13 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന കൈനീട്ട കച്ചവടം ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ? അന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിയാൽ അതൊരു വർക്കത്താ. ഇത് കിട്ടാനായിട്ട് വർക്കത്തില്ലായിരിക്കും. ഈ എല്ലാവർക്കും വർക്കത്ത് വാരിക്കോരി കൊടുത്തിട്ട് അന്റെ കച്ചവടം ഈ വെള്ളത്തിലൂടെ കാക്കന്റെ പോലെ കെട്ടടഞ്ഞു കിടക്കണതോ. എങ്ങനെയാ നന്നാവുക? അത്രക്ക് മുന്തിയ പറ്റുകാരല്ലേ. പള്ള നിറച്ച് ചായയും കടിയും മോന്തി കടവും പറഞ്ഞ് അപ്പുറത്ത് പോയിരുന്ന് നോണ പറഞ്ഞു വരുത്തുന്ന ആളുകളല്ലേ ഇവിടെ. ആ പറഞ്ഞ ശരിയാ. ഈ കടവും നോണയും ഇരട്ടകളാ. കടം കൊടുത്താലേ കച്ചവടം ഉണ്ടാവുള്ളൂ എന്ന് കരുതി ഞാൻ ആദ്യം കടം കൊടുക്കായിരുന്നു. സ്ഥിരമായിട്ട് കാലിച്ചായ കുടിച്ചിരുന്നവര് കടം കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ കടി കൂട്ടാൻ തുടങ്ങി. പൊറാട്ടയ്ക്ക് പെയിന്റ് അടിച്ചിരുന്നവരൊക്കെ ബീഫ് എടുക്കാൻ തുടങ്ങി. അവസാനം പൈസ വെച്ചപ്പോ കുറ്റങ്ങൾ ഒരുപാടായി. നെയ്യപ്പത്തിന് നെയ്യില്ല, പഴംപൊരിക്ക് വണ്ണമില്ല, പൊറാട്ടയ്ക്ക് നെയ്റോസിന്റെ വലിപ്പമില്ല എന്നൊക്കെ. പിന്നെ അങ്ങോട്ടുള്ള വരവ് നിർത്തി, ഞാൻ കടം കൊടുക്കരുത് നിർത്തി. കാശില്ലാത്തവര് വെറുതെ കൊടുക്കാം. എന്നാലും കടം കൊടുത്ത് തെറ്റുണ്ടല്ലോ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കടമായി കൂട്ടുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവ. വീടും പറമ്പ് എഴുതി കൊടുത്ത് ആൾക്കാർ ലോൺ എടുക്കുന്നതിനാ? കാറ് വാങ്ങാൻ, വീട് ടെറസാക്കാൻ, ബിസിനസ് വലുതാക്കാൻ, മറ്റുള്ളവരോട് മത്സരിക്കാൻ കടമായി കൂട്ടുക മനുഷ്യന്മാര്. അവസാനം കടം കുന്നുകൂടി ഉണ്ടായിരുന്ന കൂടി നഷ്ടപ്പെടുമ്പോൾ ബോധം വരും. നിങ്ങളെപ്പോലുള്ള മുതലാളിമാർക്കൊക്കെ പറയാം, സാധാരണക്കാർക്കും ജീവിക്കണ്ടേ. നിങ്ങളെപ്പോലെ കച്ചവടക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലല്ലോ ഭൂരിപക്ഷ ആൾക്കാരും. എന്തിനാ കാലിതേ സർക്കാർ ഉദ്യോഗം? ഒന്ന് കൈക്കോട്ട് എടുത്താൽ കിട്ടും 200-250. അതിന് മലബാറിലെ മാപ്പിളാർക്ക് കൈക്കോട്ട് ഇടാൻ പറ്റൂല്ലോ. മാസത്തിൽ 1000 ഉറുപ്പ്യ ശമ്പളത്തിന് രാവിലെ 8 മണി മുതൽ രാത്രി 8-9 മണി വരെ ആരാന്റെ കട ചീത്തയും കേട്ടിരിക്കാൻ റെഡിയാ. എന്നാലും വിയർക്കാനോ വെയിലുള്ളാനോ പറ്റൂല. അതോ ഞാൻ ഇറങ്ങാം. പൈസല്ലേ, വണ്ടി എടുക്കേ. അതോ കുറിച്ചടാ. എന്ത് നല്ല മനുഷ്യൻ.